ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ടിഫിൻ തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ കറിയാണ് വയ്ക്കാൻ പോകുന്നത്, ഉണക്ക ചെമ്മീൻ. അപ്പോൾ മോൾക്ക് ഉണക്ക ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ്. ഉണക്ക ചെമ്മീൻ ആദ്യം തന്നെ ഒന്ന് വറുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഉണക്ക ചെമ്മീനൊക്കെ അത് ഞാൻ വറുത്തെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നല്ലോണം നമ്മൾ കഴുകി പിഴിഞ്ഞെടുക്കുക. ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയുടെ 3/4 ഭാഗം വേണ്ടി വരും. പിന്നെ 2 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 3-4 പ്രാവശ്യം ചെമ്മീൻ വെള്ളം മാറ്റി കഴുകിയെടുക്കണം കേട്ടോ. ഇതിപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വെള്ളം മാറ്റി കഴുകിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ചാൽ അതിൻ്റെ പൊടിയും അഴുക്കൊക്കെ പോയി കിട്ടും ചെമ്മീനിലുള്ള. നേരത്തെ എടുത്ത് വെച്ച തേങ്ങാക്കൊത്ത് മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ ഒന്ന് ആദ്യം പൊടിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾ സാധാരണ തേങ്ങയാണ് ഉപയോഗിക്കണമെങ്കിൽ, ചിരണ്ടിയ തേങ്ങ ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചെമ്മീനിൽ നിന്ന് ഒരു പിടി ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ചെമ്മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമ്മുടെ കറിയിലേക്ക് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഇതപ്പോൾ തേങ്ങയും ചെമ്മീനും കൂടെ ഞാൻ ഇതുപോലെ നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ബാക്കിയിരിക്കുന്ന ചെമ്മീൻ നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് അടുത്തായിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ്, അതാണ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ്: ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു 2 തക്കാളി നീളത്തിലരിഞ്ഞത്. ഇതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീനിലേക്ക് നമുക്ക് വേണച്ച ചൊരക്ക അല്ലെങ്കിൽ നമ്മുടെ പടവലങ്ങ ഇതൊക്കെ ചേർത്ത് നമുക്ക് ചെമ്മീൻ കൂട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇവിടെ വേറെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തക്കാളി ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. ഇത് ഞാൻ മോൾക്ക് ഉച്ചക്കിലേക്ക് ഉള്ള കറിയാണ് കേട്ടോ തയ്യാറാക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ മുട്ടയും പഴമൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഞാൻ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇപ്പോഴത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി അതോടൊപ്പം തന്നെ മോൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 കായ വെച്ചിട്ട് ഒരു മെഴുക്കുവരട്ടിയും കൂടി തയ്യാറാക്കണം. അപ്പോൾ ഇത് രണ്ടും ആണ് മോൾക്ക് ഇന്ന് സ്കൂളിലേക്ക് കൊടുത്തേക്കുന്നത്. അവൾക്ക് ചെമ്മീൻ കറി ഭയങ്കര ഇഷ്ടമുള്ള കാരണമാണ് ഞാനത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ ചെമ്മീൻ കറി അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇത് തിള വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതപ്പോൾ അങ്ങനെ നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ കറി തിളച്ച് ചാറൊക്കെ വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വാളംപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതിൽ ചെമ്മീൻ കറിയിൽ സാധാരണ വാളംപുളി പിഴിഞ്ഞാണ് കേട്ടോ ചേർക്കുന്നത്. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്താലും മതി. അപ്പം മാങ്ങ ഇല്ലാത്തതുകൊണ്ട് വാളംപുളി പിഴിഞ്ഞാട്ടോ ചേർക്കുന്നത്. ഈ വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് ഒന്നുകൂടെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം.
പുളി ചേർത്തൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം.